ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്. അടിപൊളി ലഞ്ചും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. അപ്പോൾ ഇതാ ഞാൻ വെള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടുന്നതും ഇതന്നെയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ക്ലീനിങ് ആണ് കേട്ടോ. വീട് ബെഡ്റൂമും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ സിറ്റ് ഔട്ടിലും അതുപോലെ കോർട്ട്യാർഡിലൊക്കെ ഉള്ള ചെടി കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചെടി ഇപ്പോൾ മേടിച്ചതാണ് കേട്ടോ, ജമന്തിൻ്റെ ചെടി. നല്ലൊരു വയലറ്റ് കളറാണ്. ഇത് ഒരു ചെറിയൊരു ചട്ടിയിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കണ്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ ഡെയിലി നനക്കണം. ഇനിയിപ്പോൾ ഇതാ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കിച്ചണിക്ക് വന്നതാണ് കേട്ടോ. കിച്ചണ് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അത് ഞാനൊരു കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അന്ന് കറി വെക്കാനും ഒക്കെ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ഇതുപോലെ നമുക്കിന്ന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രിഡ്ജ് ഇങ്ങനെ എപ്പോഴും തുറക്കണ ആ ഒരു ഇതൊക്കെ ഒഴിവാക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈസി ആവും ചെയ്യും. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കിച്ചണിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്ന് വെള്ളരിക്കയും പരിപ്പും കറിയും അതുപോലെ കുക്കർ ചിക്കനും പിന്നെ അതിലേക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ വെണ്ടക്ക ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടക്ക ഫ്രൈ ചെയ്യും വേണം. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഈ വെള്ളരിക്ക വേഗം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഒരു 2 വലിയ പച്ചമുളക് ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ഒരു 1/4 കപ്പ് പരിപ്പ് ഇട്ട് കൊടുത്തിക്കണേ. കഷ്ണം നമ്മൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഇനിയിപ്പോൾ ഒരു കുക്കർക്ക് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒഴിക്കാനുള്ള അരപ്പ് റെഡിയാക്കണം. അതിലേക്ക് ഇതാ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിക്കണ്, ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് ചെറിയ ജീരകം, ഒരു ചെറിയ കഷ്ണം വലിയ ഉള്ളി, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിപ്പോൾ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ കുക്കറിലുള്ള കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിക്കണ്. പിന്നെ അതിലേക്ക് ഇത് ആവശ്യത്തിന് പുളിയും കൂടി ചേർത്ത് കൊടുത്തിക്കണ്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. ഇനിയിപ്പോൾ കറി ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇതാ കടുകും ഉണക്കമുളകും കരിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് തൂമിച്ച് ഒഴിച്ചു കൊടുത്തിക്കണേ. ഈ കറി നല്ലോണം തിളച്ച് മറിയരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇതാ കറി റെഡിയായി. ഇനിയിപ്പോൾ ഇതാ വെണ്ടക്ക ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിക്കണ്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനിയിപ്പോൾ ഇതെല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പകുതി ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് ഇതാ ഒരു 4-5 അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ആയി വരട്ടെ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു വെളുത്തുള്ളി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നമ്മൾ വെണ്ടക്ക ഫ്രൈ ഒക്കെ റെഡി ആയിക്കണേ. ഇനിയിപ്പോൾ അത് എണ്ണയിൽ നിന്ന് ഒരു സ്ട്രെയിനിലേക്ക് മാറ്റാം. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു വെണ്ടക്ക ഫ്രൈ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ അടുത്ത റെസിപ്പി കുക്കർ ചിക്കനാണ്. അതിലേക്ക് ഇതാ ഞാൻ 3 വലിയ ഉള്ളി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിക്കണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യണ പോലെ. പിന്നെ ഇതാ അതിലേക്ക് ഒരു 5 പച്ചമുളക്, ചെറിയൊരു ബൾബ് വെളുത്തുള്ളി, 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, അതുപോലെ 3 മീഡിയം സൈസിലുള്ള തക്കാളി. ഇത് 3ഉം ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇതാ 1 കിലോന് ചിക്കനാണ് കേട്ടോ എടുത്തിക്കണത്. അതിലേക്ക് ഇതാ ഞാൻ ഇതെല്ലാതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. മുളക് പൊടി എത്രയാണോ എടുക്കുന്നത് അതിന് ഇരട്ടി മല്ലിപ്പൊടി എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഈ ഒരു ചിക്കനും ഈ ഒരു മസാലകളും ഒക്കെ നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിക്കണേ. ഇനിയിപ്പോൾ ഒരു കുക്കർക്ക് ഇതെല്ലാതും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ചധികം കരിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കാം. ഇതാ ഒരു വിസിലൊക്കെ കഴിഞ്ഞ് ആവി പോയതിന് ശേഷം ഞാൻ ആ ഒരു ചിക്കന് വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിരിക്കണ്. അതിലേക്ക് ഒരു ചെറിയ നാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചെടുത്തിക്കണ്. പിന്നെ കുറച്ച് മല്ലിയില. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഗ്രേവി ഒന്നും കൂടി തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ചോറൊക്കെ കാരണം ഇപ്പോൾ കടിയിൽക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മതി. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലോണം അങ്ങനെ ഡ്രൈ ആയി വന്നു കഴിഞ്ഞപ്പോൾ ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇതാ അങ്ങനെ കുക്കർ ചിക്കനും റെഡിയായി. അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡിഷ് വാഷറിൽ നിന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ പുറത്തുള്ള വാഷ് ബേസിൻ്റെ അവിടെയുള്ള ഒരു കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കണ്ണാടി ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഇത് കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു കണ്ണാടിയാണ്. ഇതിൻ്റെ ഈ ബോർഡറും കാര്യങ്ങളൊക്കെ കയറാണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പീസും കാര്യങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും എല്ലാതും അടിപൊളി റെസിപ്പീസാണ്. ഈ കുക്കർ ചിക്കനൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഞാൻ മൊത്തത്തിൽ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.